ദൈവത്തിന് സ്തുതി. ഒരു വേദിയിൽ നാടകം അരങ്ങേറുകയാണ്. നാടകത്തിൽ കാണികളെ അത്യധികം രസിപ്പിക്കുന്ന ഒരു വിദൂഷകനുണ്ട്, ഒരു ഹാസ്യ കഥാപാത്രം. അയാളുടെ നർമ്മം കണ്ട്, അയാളുടെ ഫലിതങ്ങൾ കണ്ട് ആളുകൾ ഉടനീളം പൊട്ടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് സ്റ്റേജിന്റെ പിറകിൽ തീപിടുത്തമുണ്ടായത്. പെട്ടെന്ന് ഈ വിദൂഷക കഥാപാത്രം സ്റ്റേജിലേക്ക് വന്നിട്ട് കാണികളോട് പറഞ്ഞു, അതാ സ്റ്റേജിന്റെ പിറകിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു, എല്ലാവരും ഓടി രക്ഷപ്പെടുക. അത് കണ്ട് കാണികൾ കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്തു. അയാളുടെ ഒരു ഹാസ്യപ്രകടനം മാത്രമായിട്ടേ ആളുകൾ അതിനെ പരിഗണിച്ചുള്ളൂ. ഇതിനോട് ചേർത്ത് ചിന്തകനായ കീർക്കഗാഡ് ഇങ്ങനെ പറയുന്നു: വിവേകത്തിന്റെ നിലവിളികളെ പ്രഹസനങ്ങളായി കരുതുന്നവരുടെ കയ്യടികൾ കൊണ്ടായിരിക്കും ഈ ലോകം അവസാനിക്കുക എന്ന്. ഈശോയിൽ പ്രിയമുള്ളവരെ, വിവേകികളായ മനുഷ്യരുടെ നിലവിളികൾ നമുക്ക് ചുറ്റും അലയടിക്കുന്നുണ്ട്. ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ജലത്തെ സംരക്ഷിക്കണമെന്നും, ഭൗമതാപം വർദ്ധിച്ചു വരുമ്പോൾ മരങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്നും, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കണമെന്നും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ സ്നേഹിക്കുന്ന മനുഷ്യര് നിലവിളിയോടുകൂടി നമ്മോട് പ്രതികരിക്കുമ്പോൾ അവയെ വെറും പ്രഹസനമായി കാണുന്ന മനുഷ്യരായി ചിലപ്പോഴെങ്കിലും നമ്മൾ അധപതിക്കാറുണ്ട്. ദൈവം പോലും വലിയ പ്രകൃതി സ്നേഹിയ. സ്വർഗത്തിൽ ഒരു തോട്ടം സൃഷ്ടിക്കുന്നതോടുകൂടിയാണ് വിശുദ്ധ ഗ്രന്ഥം പോലും ആരംഭിക്കുക. ഏദനിലെ ആ തോട്ടം, ഭൂമിയാകുന്ന ഈ തോട്ടം മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ സമ്പത്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകൃതിക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണങ്ങൾക്ക് നേരെയും പ്രതിരോധിക്കുക എന്നുള്ളത് ക്രൈസ്തവികതയാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഇത്തരം വിവേകത്തിന്റെ നിലവിളികൾക്ക് നേരെ നമ്മൾ കണ്ണടച്ചാൽ കീർക്കഗാഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ വിവേകികളുടെ നിലവിളികളെ പ്രഹസനങ്ങളായി കാണുന്നവരുടെ കയ്യടികൾക്കിടയിൽ ഈ ലോകം അവസാനിക്കും.